എല്ലാവർക്കും വയനാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു മലബാർ ഫിഷ് ദം ബിരിയാണിയാണ്. മീനിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം, ലെമൺ ജ്യൂസ് 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇതൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചൊരു പേസ്റ്റാക്കി എടുക്കാം. ബിരിയാണിക്ക് വേണ്ടി ഇവിടെ കിങ് ഫിഷാണ് 1 കിലോ എടുത്തിട്ടുള്ളത്. ഓരോന്നും മസാല തേച്ച് എടുത്തു വെക്കാം. എല്ലാ മീനും ഇതുപോലെ മസാല തേച്ച് അരമണിക്കൂർ മാറ്റി വെക്കാം. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ തിരിച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത മീൻ എടുത്ത് മാറ്റി. മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ ഓയിലിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് പോരാം. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. മീൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് മസാലയ്ക്ക് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 4 സവാള ചേർത്ത് കൊടുക്കാം. ഉള്ളി വേഗം വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉള്ളി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളി ചേർക്കാം. ബിരിയാണിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 1 മുഴുവൻ വെളുത്തുള്ളിയും 8 പച്ചമുളകുമാണ് ഇത് എടുത്തിട്ടുള്ളത്. തക്കാളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. മസാല മൂത്താൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 1 പിടി മല്ലിയില, കുറച്ച് പുതിനയില എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് 10 എണ്ണം ചൂടുവെള്ളത്തിൽ കുതിർത്ത് അരച്ചതാണിത്. ഇത് ചേർക്കാം. ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയിൽ നിന്ന് പകുതി ഉള്ളി പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ചേർത്ത് കൊടുക്കാം. മീൻ പൊടിഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ തീയിൽ അടച്ചു വെക്കാം ഒരു 5 മിനിറ്റ്. റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കായും ചേർത്ത് കൊടുക്കാം. ഇത് സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കാം. 6 കപ്പ് റൈസ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി 12 കപ്പ് വെള്ളം ചേർക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിക്കാം. വെള്ളം തിളക്കുമ്പോൾ 10 മിനിറ്റ് കുതിർത്ത് സ്ട്രെയിൻ ചെയ്തെടുത്ത അരി ചേർത്ത് കൊടുക്കാം. ബിരിയാണിക്ക് വേണ്ടി ഇവിടെ കൈമ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ റൈസ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. റൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ദം ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ഇതിലേക്ക് മീൻ മസാല ചേർത്ത് കൊടുക്കാം. മസാല മുഴുവനായി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടി ലെമൺ ജ്യൂസിൽ മഞ്ഞൾ ചേർത്തതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ബിരിയാണി മസാല പൗഡർ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉള്ളി ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം. പുതിനയും മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അടുത്ത ലെയറും ഇതുപോലെ ചെയ്തെടുക്കാം. ഫോയിൽ ഉപയോഗിച്ച് കവർ ചെയ്ത് കൊടുക്കാം. ദം ചെയ്യുന്നതിനായി ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിന് മുകളിലായി ചോറ് വെച്ച് കൊടുക്കാം. ഇത് 20 മിനിറ്റ് ദം ചെയ്തെടുക്കണം ചെറുതീയിൽ. ഇവിടെ ബിരിയാണി റെഡിയായിട്ടുണ്ട്. റൈസ് ഒന്ന് മിക്സ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബിരിയാണി സെർവ് ചെയ്യാം. മസാലയുടെ മുകളിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം.
ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു ടേസ്റ്റിയായ ബിരിയാണിയാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം.